നിങ്ങൾ ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായില്ലേ? നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ അറിയാത്തതും ഉപയോഗിക്കാത്തതുമായ 5 കിടിലം ഫീച്ചറുകൾ ഞാൻ കാണിച്ചു തരട്ടെ. എനിക്ക് 100% ഉറപ്പാണ് ഇതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് അറിയാത്തതോ ഉപയോഗിക്കാത്തതോ ആയിരിക്കും. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് വീഡിയോയിൽ കാണാം. നമുക്കാദ്യം പോസ്റ്റിൽ നിന്ന് തന്നെ ആരംഭിക്കാം. നമ്മൾ എന്തെങ്കിലും പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ആ കോളത്തിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ മെറ്റ എഐയുടെ ഒരു പുതിയൊരു ഓപ്ഷൻസ് കൂടി നിങ്ങൾക്ക് വന്നതായിട്ട് കാണാം. നിങ്ങൾ വാട്സപ്പിൽ നിന്ന് ഇമേജ് ക്രിയേറ്റ് ചെയ്തെടുക്കാറില്ലേ, അതുപോലെ ഇനി ഫേസ്ബുക്കിൻ്റെ അകത്ത് നിന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്ത് ഇമേജാണ് ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടത് അത് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ നിങ്ങൾക്ക് എഴുതേണ്ടത് ഇതുപോലെ എഴുതി കോപ്പി പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ആ ബ്ലൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേ നമുക്ക് വാട്സപ്പിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത് കിട്ടുന്നത് പോലെ തന്നെ ഇമേജ് ക്രിയേറ്റ് ചെയ്ത് കിട്ടുന്നതാണ്. പിന്നെ ഇതിനൊരു വ്യത്യാസമുണ്ട്. നമുക്ക് 4 ഇമേജ് റിലേറ്റഡ് ആയിട്ട് കിട്ടും. ഞാനൊരു പൂച്ചയുടേതാണ് എഴുതിയിട്ടുള്ളത്, ഇലയുടെ താഴെ ഒളിച്ച് നിൽക്കുന്നത്. അതിൽ നിന്ന് 4 എണ്ണത്തിൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഞാൻ ആദ്യത്തെ ഇമേജ് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. അവിടെ എഡിറ്റ് ബട്ടൺ നിങ്ങൾക്ക് കാണാം. എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആനിമേറ്റഡ് ആക്കേണ്ട ഓപ്ഷൻസ് താഴെ തന്നെയുണ്ട്. ജസ്റ്റ് ആ ആനിമേറ്റഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചിത്രം ഇതുപോലെ ആനിമേറ്റഡ് ആവും. ശേഷം ആ ചിത്രം ഇതുപോലെ നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങളുടെ ഫേസ്ബുക്കിലേക്ക് പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. രണ്ടാമതും ഫേസ്ബുക്കിൻ്റെ ഒരു പോസ്റ്റിംഗ് ട്രിക്ക് തന്നെ പറയുന്നത്, ഈ ഓപ്ഷൻസ് വന്നിട്ട് കാലങ്ങളേറെയായി, വർഷങ്ങളേറെയായിട്ടും ഇപ്പോഴും ആരും ഉപയോഗിക്കാറില്ല. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ജസ്റ്റ് നമ്മൾ സാധാരണ പോലെ തന്നെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നിടത്ത് പോകാം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ മ്യൂസിക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് ഉണ്ടാവും. വെറും മ്യൂസിക് വെക്കലല്ല, ഞാൻ വേറൊരു ഓപ്ഷൻസ് കാണിച്ചു തരാം. എന്നിട്ട് താഴത്ത് പോയിട്ട് ഈ മ്യൂസിക്കിൻ്റെ ഓപ്ഷൻസ് നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഏത് പാട്ടാണ് നിങ്ങൾക്ക് വേണ്ടത് അത് ആദ്യം ചൂസ് ചെയ്യുക. ഞാൻ രഥം എന്ന സിനിമയിലെ ഉയരെ എന്ന പാട്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ആഡ് ഫോട്ടോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് വന്നിട്ട് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ഇത് മറ്റൊരു ഓപ്ഷനിൽ കൂടി ചെയ്യാൻ പറ്റും. ഫോട്ടോ എടുത്തിട്ടും മ്യൂസിക് വെക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് ഏത് ഫോട്ടോ ആണ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഗാലറിയിൽ നിന്ന് ഞാൻ ഈ ഫോട്ടോ ആണ് ചൂസ് ചെയ്തത്. അപ്പോൾ ഉയരെ എന്നുള്ള പാട്ട് അവിടെ വന്നിട്ട് കാണാം. അത് ഏതെങ്കിലും ഒരു സൈഡിൽ വെച്ച് കൊടുക്കുക. സെൻറ്ററിലാണ് ആദ്യം ഉണ്ടാവുക. അത് നിങ്ങൾക്ക് ശല്യമില്ലാത്തൊരു സൈഡിൽ വെച്ചിട്ട് താഴെയുള്ള ഡൺ ബട്ടൺ കൊടുക്കുക. എന്നിട്ട് എന്തെങ്കിലും ക്യാപ്ഷൻ കൊടുക്കാനുണ്ടെങ്കിൽ ക്യാപ്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റ് പോസ്റ്റ് ചെയ്യുക. ഇങ്ങനെ പാട്ട് ചൂസ് ചെയ്ത് നിങ്ങളുടെ ഫോട്ടോ വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആ ഫോട്ടോ കാണുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ പാട്ട് കൂടി പ്ലേ ആവുന്നതാണ്. ഇപ്പോൾ എനിക്ക് കോപ്പിറൈറ്റ് വരുന്നത് കൊണ്ട് തന്നെ പാട്ട് പ്ലേ ചെയ്ത് കാണിച്ചു തരാൻ പറ്റില്ല. ഇതുപോലെ നിങ്ങൾ ചൂസ് ചെയ്താൽ കോപ്പിറൈറ്റ് വരില്ല, കാരണം അത് ഡയറക്റ്റ് ലൈബ്രറിയിൽ നിന്ന് സോങ് സെലക്ട് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ പാട്ട് സഹിതം നിങ്ങളുടെ ഫോട്ടോ കാണാനുള്ള ഒരു ഓപ്ഷനാണ്. ഇത് പണ്ടേ ഉണ്ട്, എങ്കിലും പലരും ഉപയോഗിക്കാറില്ല. ഇനി മൂന്നാമതും പോസ്റ്റിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ തന്നെയാണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വലിയ മാറ്റർ ഫേസ്ബുക്കിൽ എഴുതിയിടുമ്പം അതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, അതുപോലെ ഗ്രാമർ മിസ്റ്റേക്ക്, അതുപോലെ കറപ്ഷൻസ് ഒക്കെ വേണ്ടി വരാറില്ലേ. ഇനി അത് തിരുത്താനായി നമ്മൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. മെറ്റയുടെ AI തന്നെ നമ്മുടെ എഴുത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് തരും. അതിനുള്ള ഓപ്ഷൻസാണ് താഴെയുള്ളത്. അതായത് നമുക്ക് എന്താണ് നമ്മൾ എഴുതിയതിൻ്റെ പ്രശ്നം, ഇപ്പോൾ ഗ്രാമർ മിസ്റ്റേക്ക് ആണെങ്കിൽ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നത് അത് മലയാളമായാലും നമുക്ക് അത് തിരുത്തി തരുന്നതാണ്. പിന്നെ മലയാളം തിരുത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അത് ഷോർട്ട് വേർഡ് ആക്കേണ്ടതും അതുപോലെ തന്നെ ഗ്രാമർ മിസ്റ്റേക്ക് ചേഞ്ച് ചെയ്യുന്നതും, അങ്ങനെ 2-3 ഓപ്ഷൻസേ മലയാളത്തിൽ കിട്ടുന്നുള്ളൂ. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ആവുന്നതാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. എന്നിട്ട് അത് എങ്ങനെയാണ് കറക്റ്റായിട്ടുള്ള ആ വേർഡ് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ മലയാളം കറക്റ്റായിട്ടുള്ള വേർഡ് ഇങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ഫേസ്ബുക്ക് തന്നെ കാണിച്ചു തരും. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തിരുത്തി തരും. എല്ലാ ഓപ്ഷൻസും ഇതിൽ തന്നെ ഉണ്ട്. അത് ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നില്ല, വളരെ സ്പീഡിലെല്ലാം ഒന്ന് കാണിച്ചു തരാം. നമ്മൾ എഴുതിയ കാര്യങ്ങൾ തന്നെ ഫണ്ണി മോഡലും പ്രൊഫഷണൽ മോഡലും എല്ലാം മാറ്റാൻ പറ്റും. അതായത് ഒരു മാറ്റർ കൊടുത്തിട്ട് തന്നെ നമുക്കത് പല മോഡിലേക്ക് മാറ്റിയിട്ട് ഏതാണ് ബെറ്റർ എന്ന് നോക്കിയിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഇനി നമ്മൾ കഷ്ടപ്പെടേണ്ട, ഒരു ജസ്റ്റ് എന്തെങ്കിലും എഴുതിയിട്ട് അത് മറ്റൊരു രീതിയിൽ വേണമെങ്കിൽ ഇനി ഫേസ്ബുക്ക് തന്നെ മെറ്റ AI ചെയ്തു തരും. എന്നിട്ട് നമുക്ക് ഡയറക്റ്റ് പോസ്റ്റ് ചെയ്യേണ്ട നല്ലൊരു ഓപ്ഷനാണിത്. ഇനി ഫേസ്ബുക്ക് ഉണ്ടായ കാലത്തുള്ള ഒരു ഓപ്ഷൻസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ അത് കുറച്ച് അപ്ഗ്രേഡ് ആയിരുന്നേ ഉള്ളൂ, എങ്കിലും ആരും ഉപയോഗിക്കാറില്ല. ആരും അതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അത്ര തന്നെ. നമ്മുടെ ഈ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. പുതിയ പേജ് ഓപ്പൺ ആയി കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോവുക. അപ്പോൾ എഡിറ്റ് യുവർ എബൌട്ട് ഇൻഫോ എന്ന് പറയുന്ന ഓപ്ഷൻസ് കിട്ടും. അതിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ആഡ് മ്യൂസിക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആയി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മുകളിലൊരു പ്ലസ് ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏത് പാട്ടാണ് നിങ്ങൾക്ക് വേണ്ടത് അത് ഇതുപോലെ സെലക്ട് ചെയ്യുക. ശേഷം ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മ്യൂസിക് ലിസ്റ്റിൽ ആ ഉയരെ എന്ന് പറയുന്ന പാട്ട് വന്നിട്ട് കാണാം. ഇനി അതിൻ്റെ വലതു ഭാഗത്ത് കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കത് പ്രൊഫൈലിൽ പിൻ ചെയ്യേണ്ട ഒരു ഓപ്ഷൻസ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മെയിൻ പ്രൊഫൈലിൽ ആ പാട്ട് വന്നതായിട്ട് കാണാം. ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാ ഇവിടെ ഉയരെ എന്ന് പറയുന്ന പാട്ട് വന്നിട്ടുണ്ടല്ലോ. ഇനി നിങ്ങളുടെ സുഹൃത്തുക്കളെ നിങ്ങളുടെ പ്രൊഫൈൽ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇതുപോലെ തന്നെ നിങ്ങളുടെ പാട്ട് പ്ലേ ചെയ്യാൻ സാധിക്കുന്നതാണ് അവിടെ നിന്ന്. അത് നിങ്ങൾക്ക് ഡെയിലി വേണമെങ്കിൽ ഡെയിലി പാട്ട് മാറ്റാം. നിങ്ങളുടെ മൂഡ് അനുസരിച്ചിട്ട് അവിടെ പാട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. ഏത് സമയത്തും നിങ്ങളുടെ സുഹൃത്ത് പ്രൊഫൈൽ സന്ദർശിക്കുന്ന സമയത്ത് അവർക്ക് ആ പാട്ട് അവിടെ നിന്ന് പ്ലേ ചെയ്യാൻ പറ്റും. അവസാനമായി ഉപകാരപ്രദമായ ഫേസ്ബുക്കിലൊരു സെറ്റിങ്സ് പറഞ്ഞു തരാം. നമ്മൾ സാധാരണയായിട്ട് യൂട്യൂബൊക്കെ സ്ക്രോൾ ചെയ്ത് പോകുന്നത് പോലെ നമ്മുടെ ബന്ധുക്കളുടെയും കുട്ടികളുടെയും അടുത്തു നിന്നൊന്നും നമ്മൾ ഫേസ്ബുക്ക് അധികം മറിച്ച് നോക്കാറില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എങ്ങനെയെങ്കിലുമായിട്ട് ഒരു അശ്ലീല കണ്ടൻറ്റ് കയറി വരും. അത് പരസ്യമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോസ്റ്റ് ആയിരിക്കും. നമ്മൾ അങ്ങനത്തെയൊന്നും കാണലില്ലെങ്കിലും ഫേസ്ബുക്കിൽ നിന്ന് അത്തരം കണ്ടൻറ്റുകൾ കയറി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫേസ്ബുക്കിൽ തന്നെ ഒരു സെറ്റിങ്സ് ഉണ്ട്. അത് അധികം ആൾക്കാരും ഉപയോഗിക്കാറില്ല. അപ്പോൾ ആ സെറ്റിങ്സ് എങ്ങനെയാണ് ഓൺ ചെയ്യുന്നത്, ഇത്തരം കണ്ടൻറ്റുകൾ എങ്ങനെ ബ്ലോക്ക് ചെയ്യാമെന്നും പറഞ്ഞു തരാം. ആദ്യം വലതുഭാഗത്ത് മുകളിൽ കാണുന്ന പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. വലതുഭാഗത്ത് മുകളിലായി സെറ്റിങ്സിൻ്റെ ഗിയർ ചിഹ്നം കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സെറ്റിങ്സ് ഓപ്പൺ ആവും. അല്ലെങ്കിൽ ഈ സെറ്റിങ്സ് ആൻഡ് പ്രൈവസി എന്ന് പറഞ്ഞിട്ട് തൊട്ട് താഴത്തുണ്ട്. അതിൽ ഓപ്പൺ ചെയ്തിട്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. കാരണം പഴയ വേർഷനാണ് ഫേസ്ബുക്കെങ്കിൽ അങ്ങനെയാണ് പോകേണ്ടത്. അപ്പോൾ എനിക്ക് ഏറ്റവും എളുപ്പം ഇവിടെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തിട്ട് ഡയറക്റ്റ് സെറ്റിങ്സിൻ്റെ ഗിയർ ചിഹ്നം ക്ലിക്ക് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ കുറച്ച് താഴോട്ട് പോകുക. അപ്പോൾ നിങ്ങൾക്ക് കണ്ടൻറ്റ് പ്രിഫറൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻസ് കിട്ടും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്യാത്ത ഫേസ്ബുക്ക് ആണെങ്കിൽ അവിടെ ടൈം ലൈൻ എന്തോ ആണ് എഴുതിയിട്ടുണ്ടാകുക. അതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഈ കണ്ടൻറ്റ് പ്രിഫറൻസ് എന്ന് പറഞ്ഞത് നിങ്ങളിൽ കാണിക്കുന്നതല്ല. പിന്നെ മാനേജ് ഡീഫോൾട്ട് എന്ന് പറയുന്ന ഓപ്ഷൻസ് കിട്ടും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും താഴത്ത് നിങ്ങൾക്ക് കാണാം സെൻസിറ്റീവ് കണ്ടൻറ്റ് ഡീഫോൾട്ടായിട്ടാണുള്ളത്. ജസ്റ്റ് ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ശേഷം നിങ്ങൾക്ക് ഇങ്ങനൊരു നോട്ടിഫിക്കേഷനാണ് വരിക. അത് ഓക്കെ കൊടുക്കുന്നതോടെ നിങ്ങളുടെ ഫോണിൽ ഇത്തരം അശ്ലീല കണ്ടൻറ്റുകൾ വരുന്നത് ഒരു പരിധി വരെ നമുക്ക് തടയാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയുള്ള വീഡിയോകൾ ഡെയിലി 2ഉം 3ഉം ഒക്കെ ആദ്യം ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്, അതുകൊണ്ട് നിങ്ങൾ ദയവായി ഒന്ന് ഷെയർ ചെയ്യുക. ഒരു കിടിലം വീഡിയോയുമായി ഞാൻ നാളെ വരാം. അതുവരേക്കും ഗുഡ് ബൈ.